കിടക്കുന്ന റൂമിനെ നമുക്ക് പെട്ടെന്നൊന്ന് ട്രാൻസ്ഫോം ചെയ്താലോ? ഇങ്ങനെ കാണിക്കുമ്പോൾ ആവേണ്ടതാണല്ലോ. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? പക്ഷെ വീഡിയോയിൽ മാത്രമേ ഇങ്ങനെ മാറുള്ളൂ. ഇൻ റിയാലിറ്റി നമ്മൾ തന്നെ പണിയെടുക്കണം. അപ്പം എൻ്റെ വീട്ടിൽ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. അതിനാണ് ഈ റൂം സെറ്റാക്കുന്നത്. അപ്പോൾ ഗസ്റ്റിന് കിടക്കുമ്പോൾ കുറച്ച് കംഫർട്ട് ആയിക്കോട്ടെ വെച്ചിട്ട് കമ്പിളി പുതപ്പൊക്കെ വിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് ഈയിടെ മീഷോയിൽ വൈറലായിട്ടുള്ള ബെഡ്ഷീറ്റാണ്. അതിലൊരെണ്ണം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് റൂമൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കാം. നമ്മൾ വരുന്ന ഗസ്റ്റ് കുറച്ച് കണിശക്കാരനാണ്. ആൾക്കൊട്ടും പൊടിയൊന്നും പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഗസ്റ്റിൻ്റെ ഡിമാൻഡ് പ്രകാരം നമ്മൾ റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗസ്റ്റ് വന്നാൽ മതി. അങ്ങനെ നമ്മുടെ റൂമൊക്കെ സെറ്റായി. അയ്യോ, കർട്ടൻ ഇടാൻ മറന്നുപോയി. ഇപ്പം സെറ്റായി. ഇനി നമുക്ക് ഗസ്റ്റ് വരുമ്പോഴേക്ക് പെട്ടെന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷായി വരുമ്പോഴേക്കും ഇതേ നമ്മുടെ ഗസ്റ്റ് ഓൾറെഡി വീട്ടിലെത്തിക്കഴിഞ്ഞു. അപ്പം നമ്മുടെ ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ ഇതാണ് ആള്. ഇതാണ് മിസ്റ്റർ ഷുണ്ടാപ്പി. ഞങ്ങൾ ഷുണ്ടു എന്നും വിളിക്കും. ഷുണ്ടു എൻ്റെ ചേച്ചീൻ്റെ മകനാണ്. അപ്പോൾ അവർ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വീട്ടിൽ കയറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണല്ലോ ഓരോരോ ആചാരങ്ങളൊക്കെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഷുണ്ടുവിന് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ കയ്യിൽ കിട്ടുന്നതാണ്. അയ്യോ, ആൾ ഒരുപാട് വളർന്നുപോയി. എത്ര പെട്ടെന്നല്ലേ കുഞ്ഞുങ്ങളൊക്കെ വളരുന്നത്. അങ്ങനെ ഷുണ്ടുവിനെ കയ്യിൽ കിട്ടിയതും എല്ലാവരും എക്സൈറ്റഡ് ആയി. വീട് മൊത്തം ഷുണ്ടുവിന് വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു. അങ്ങനെ വീട് ഫുൾ ഷുണ്ടുവിൻ്റെ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് ഫുൾ വൈബായിരുന്നു. ഇനി ഷുണ്ടുവിൻ്റെ നൂലുകെട്ടും നെയിമിങ് സെറമണിയൊക്കെ ഓൺ ദ വേ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ വരും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് ഷുണ്ടുവിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.